أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون. صدق الله العلي العظيم. സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖികളായി ജീവിച്ചു മരിക്കാൻ, അതിനായി പരിശ്രമിക്കാൻ നമ്മളേവരും സദാസമയം പരിശ്രമിച്ച് ആ മാർഗത്തിൽ വിജയം വരിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാനവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സുഹൃത്തിൻ്റെ ഇണ, പത്നി, ഭാര്യ മരണത്തോട് മല്ലടിച്ച് നിൽക്കുന്ന ഒരു സമയം. കേരളത്തിലെ അറിയപ്പെട്ട എറണാകുളം ജില്ലയിലെ വളരെ പ്രസിദ്ധമായൊരു സ്വകാര്യ ആശുപത്രിയിലാണ് അവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വലിയ പ്രതീക്ഷകളൊന്നും ഡോക്ടർമാർ പറയുന്നില്ല. വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ വർഷം മാത്രം, ഒരു 2 വർഷമോ 3 വർഷമോ മാത്രമാണ് അവർ തമ്മിലുള്ള ദാമ്പത്യം പിന്നിട്ടിട്ടുള്ളൂ. ഒരു ചെറിയൊരു കുട്ടിയുണ്ട്, 1 വയസ്സുള്ളൂ. എത്ര പറഞ്ഞിട്ടും സുഹൃത്തിൻ്റെ മാനസികാവസ്ഥയിൽ ഒരു സ്റ്റെബിലിറ്റി, അതല്ലെങ്കിൽ ഒരു സ്ഥിരത, ആശ്വസിപ്പിക്കാൻ നമ്മൾ വാക്കുകൾ കണ്ടെത്താത്ത അത്രമാത്രം പ്രയാസപ്പെട്ട ഒരവസ്ഥ. കാരണം മരിച്ചിട്ടില്ല, പക്ഷെ മരിക്കുമെന്നുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. അതിൽ നിന്ന് യന്ത്രമെടുത്ത് മാറ്റേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. മരണത്തിലേക്ക് അവർ വഴുതി വീഴുകയും ചെയ്യും. പക്ഷെ അതേ ദിവസം തന്നെ അന്ന് എമർജൻസിക്ക് പുറത്ത്, കാഷ്വാലിറ്റിക്ക് പുറത്ത് കാത്തുനിന്ന ഞങ്ങളെ അത്രമേൽ നടുക്കുന്ന മറ്റൊരു മരണം കൂടി അവിടെ നടന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പലവിധ സംഭവങ്ങളുണ്ടാകും. എനിക്ക് ബാധകമായത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. വീട്ടില് കുടിയിരുന്ന ദിവസം, അതായത് ഹൗസ് വാമിങ്ങിന്റെ ദിവസം, അച്ഛനും അമ്മക്കും ആകെ കൂടിയുള്ള ഇതര മതസ്ഥനായ വേറൊരു സുഹൃത്തിന്റെ കഥയിൽ, ആകെ കൂടിയുള്ള ഒരു മകൻ, ആൺകുട്ടി, 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി, വീടിന്റെ ഹൗസ് വാമിങ് നടക്കുന്ന ദിവസം വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് അതേ വീട്ടിൽ വീണ് മരിക്കുന്നു. ആർത്ത് അട്ടഹസിച്ച് ഈ പിതാവ് സ്വന്തം അളിയനോടോ അതല്ലെങ്കിൽ ബന്ധുവിനോടോ പറയുന്നുണ്ട്, കേരളത്തിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലാണല്ലോ ഇത്, ഇവിടെ വന്നാൽ എൻ്റെ മകനെ തിരിച്ചു കിട്ടുമെന്ന് അളിയ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ കൊണ്ടുവന്നത്. എന്താണ്, എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ, കാരണം മകൻ മരിച്ചിരിക്കുന്നു. ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും നമ്മൾ ഇങ്ങനെ ഇതെവിടേക്കാണ് മടക്കി വിടുക, അതല്ലെങ്കിൽ ഇതെവിടെയാണ് വരവ് വെക്കുക എന്നറിയാത്ത
വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള നിമിഷങ്ങൾ നമുക്കൊക്കെ, നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെയും കഴിഞ്ഞു പോകും. നമ്മുടെ കൂട്ടത്തിലും അത്തരം ആളുകളുണ്ട്. കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരൻ KEN, അദ്ദേഹം ഒരു സാമൂഹിക വിമർശകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് സൂപ്പി മാഷ്, KT സൂപ്പി മാഷിനെ കാണാൻ പോകുന്ന ഒരു രംഗം അദ്ദേഹത്തിന്റെ ഒരു രചനയിൽ പറയുന്നു. ഞാൻ സൂപ്പി മാഷിനോട് കണ്ടപ്പോൾ ഈ സംഭവം ശാന്തപുരത്ത് ഒരു പരിപാടിക്ക് വന്നപ്പോൾ ഇത് ഞാൻ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു, ഇങ്ങനെ ഉണ്ടോ എന്ന്. അദ്ദേഹത്തിന്റെ ചെറിയ മകൻ മരണപ്പെട്ടു. ഏറ്റവും ഇളയ മകൻ ചെറുപ്രായത്തിൽ മരണപ്പെട്ടിട്ട് കോഴിക്കോട് നിന്ന് വടകരയിലേക്ക് ട്രെയിൻ കയറി ഇരുന്നിട്ട് KEN ആലോചിക്കുകയാണ്. KEN യുക്തിവാദിയാണ്. പേരിൽ KEN കുഞ്ഞഹമ്മദ് എന്നുണ്ടെങ്കിലും KEN യുക്തിവാദിയാണ്, നിരീശ്വരവാദിയാണ്. അപ്പൊ KENന്റെ ആലോചന എങ്ങനെയാണ്, എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ കുറ്റ്യാടിയിൽ പോയിട്ട് സൂപ്പി മാഷിനെ ആശ്വസിപ്പിക്കുക? മകൻ മരിച്ചു, വിഷമിക്കണ്ട, സാരമില്ല എന്ന് മാത്രമാണോ പറയാ? അപ്പൊ ഇത്തരത്തിലുള്ള ഒട്ടനവധി സംഭവങ്ങൾ കൺമുന്നിൽ കാണുന്ന സുഹൃത്തുക്കളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നാം പ്രതീക്ഷിക്കാത്ത മാരകമായ അസുഖങ്ങൾ നമ്മളിലേക്ക് വരുന്നു, നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് വരുന്നു. പ്രതീക്ഷിച്ചതിനനുസരിച്ചൊന്നും, ചിലരൊക്കെ പ്രതീക്ഷയ്ക്കനുസരിച്ചൊക്കെ സംഭവിക്കുമ്പോൾ അവർ കരുതുന്നത് ഇനിയൊക്കെ അങ്ങനെ തന്നെ ആകുന്നു. ഒരിക്കലും അങ്ങനെയല്ല. പ്രതീക്ഷയ്ക്കനുസരിച്ചൊന്നും ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നവർ ഇല്ല. ഏതെങ്കിലും ആളുകൾക്ക് അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അവരെ പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന്, അവർ പ്രതീക്ഷിക്കാത്ത എന്തോ ഒന്ന് അടുത്തൊരു ഫോൺ കോളിലുണ്ട്, അവർക്ക് ലഭിക്കുന്ന ഏതോ ഒരു അറിയിപ്പിലുണ്ട്. സന്തോഷത്തിന്റെ ഈ രസച്ചരട് എവിടെയോ മുറിഞ്ഞു പോകുന്ന ജീവിതത്തിലെ ഏതോ ഒരു അനുഭവം നമുക്കൊക്കെ വരാനുണ്ട്. അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ വന്നവരായിരിക്കും, അങ്ങനെ ഉള്ളവരായിരിക്കും അധിക പേര്. ഇതിനെങ്ങനെയാണ് വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, നമ്മൾ പടച്ചവനിലും അതുപോലെ തന്നെ അള്ളാഹുവിലും ഒക്കെയുള്ള വിശ്വാസത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെവിടെയാണ് വരവ് വെക്കുക എന്നുള്ളത് വിശ്വാസിക്ക് ഇസ്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് അൽ ഖൗഫു മിനൽ ഇസ്തിദ്റാജ് എന്നൊക്കെയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അതിനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ജീവിതത്തിൽ ദുഃഖവും സുഖവും സമ്മിശ്രമായി പോകുന്ന, അനുഗ്രഹങ്ങളും നിഗ്രഹങ്ങളും മാറി മാറി വരുന്ന, സന്തോഷങ്ങളും സങ്കടങ്ങളും ഇങ്ങനെ കയറിയിറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഒരു ഇക്വിലിബ്രിയം, അതല്ലെങ്കിൽ ഇതിന്റെ ഒരു സന്തുലിതമായ ഒരു അവസ്ഥ വിശ്വാസിക്കല്ലാതെ മറ്റാർക്കാണ് കൈമുതലായിട്ടുള്ളത് എന്നുള്ളത് ഇസ്ലാം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച്, അതല്ലെങ്കിൽ ഒട്ടും സംഭവിക്കരുതെന്ന് അയാളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ് അങ്ങനെ എന്നൊക്കെ ചിലരെ കുറിച്ച് നമ്മൾ ആലോചിക്കും. പക്ഷെ പടച്ചവൻ അതിനെക്കുറിച്ച് ഇപ്പോൾ സൂറത്തു ത്വലാഖ് സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള ആമുഖത്തോടുകൂടി തന്നെയുള്ള ഒരു സൂറത്താണ്. അപ്പൊ ത്വലാഖ് എന്നുള്ളത് വിവാഹത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളുമായി ഇറങ്ങിപ്പുറപ്പെട്ട രണ്ടുപേർ ഇനി നമുക്ക് ഒത്തുപോകാൻ പറ്റില്ലെന്ന് തീരുമാനിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ അതിവേഗത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് വേറെയും കുറെ സാമൂഹിക കാരണങ്ങളുണ്ട്. അതല്ല വിഷയം. അപ്പോ വിവാഹിതരാകുന്ന ആളുകൾ വേർപിരിയുന്ന ഘട്ടത്തിൽ അതിൽ മനസ്സുകൊണ്ട് വേദനിച്ചാണ് പിരിയുന്നതെങ്കിൽ വല്ലാത്ത വേദനയുള്ളൊരു സംഗതിയാണ്. ഏറ്റവും ചുരുങ്ങിയത് അവർ തമ്മിൽ വേർപിരിയുന്നതിനെ കുറിച്ചല്ല, എന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഇങ്ങനെ ഒരു തീരുമാനത്തിൽ, അതല്ലെങ്കിൽ എന്റെ മക്കളുടെ ജീവിതത്തിൽ, എന്റെ മകളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചല്ലോ എന്നുള്ളത് വലിയ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? സൂറത്തു അത്വലാഖിന്റെ ആദ്യ ആയത്ത്, ഏകദേശം 4 വരികളോളമുള്ള ആയത്താണ്. ആ ആയത്ത് അവസാനിപ്പിച്ച് അള്ളാഹ് പറയുന്നത് എന്താണ്? ലാ തദ്രി ലഅല്ലല്ലാഹ് യുഹ്ദിസു ബഅദ ദാലിക അംറ. നിങ്ങൾക്ക് എന്തറിയാം, നിനക്ക് എന്തറിയാം,
ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ. ഇതിനു ശേഷം അള്ളാഹു ഇതിനേക്കാൾ മെച്ചപ്പെട്ട എന്തൊക്കെയോ ഉണ്ടാക്കിയേക്കാം. വിവാഹമോചനം നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. കൈപ്പുറ്റതായോ അതല്ലെങ്കിൽ പ്രയാസകരമായോ നമുക്ക് തന്നെ തോന്നുന്ന, നമ്മൾക്ക് ഇടപെടുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ എങ്ങനെയെങ്കിലും ഒരുമിച്ച് പോകാനുള്ള അവസാന സാധ്യത പോലും അന്വേഷിച്ച് പരാജയപ്പെട്ട് വേർപിരിയുന്നവരെ കുറിച്ച് പോലും അവർ രണ്ടുപേരോടും അള്ള പറയണം, രണ്ടുപേരും പറഞ്ഞു അവരെ സംബന്ധിച്ച് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, ശരിയാണ്. പക്ഷെ ലാ തദ്രി ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ. റസൂലിനോട് ചോദിക്കണം, നിനക്കറിയോ റസൂലെ, താങ്കൾക്കറിയോ? ലഅല്ലല്ലാഹു യുഹ്ദിസു ബഅദ ദാലിക അംറ. ഇതിനുശേഷം അള്ളാഹു എത്രയോ നല്ല അവസ്ഥയിലേക്ക് ഇവരുടെ ജീവിതത്തിൽ തന്നെ കാര്യങ്ങൾ മാറ്റിപ്പണിഞ്ഞേക്കാം. വിശുദ്ധ ഖുർആൻ ഓരോ ഘട്ടങ്ങളെയും, പ്രയാസകരമായ ഓരോ ഘട്ടങ്ങളെയും സംഗ്രഹിച്ച് സമാഹരിച്ച് പറയുന്നിടത്ത് ഈ പ്രതീക്ഷയുടെ വാക്കുകൾ പറയുന്നത് കാണാൻ സാധിക്കും. ഈ പ്രതീക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മനുഷ്യർക്ക്, സമൂഹങ്ങൾക്ക്, സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ചും മുസ്ലിം ഉമ്മത്തിന് മുന്നോട്ട് പോകാൻ പ്രതീക്ഷ ആവശ്യമാണ്. അപ്പൊ അള്ളാഹു ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എന്നുള്ളതിനേക്കാൾ അള്ളാഹു നമ്മളുടെ മുദബ്ബിറാണ്. അള്ളാഹു നമ്മളുടെ കാര്യത്തിലെ സൂത്രധാരനാണ്, നമ്മുടെ കാര്യത്തിലെ ഒരു ആസൂത്രകനാണ്. പിന്നണിയിൽ, അരങ്ങിനു പുറകിൽ, അണിയറക്ക് പുറകിൽ പടച്ചവൻ അതിൻ്റെ തിരക്കഥകൾ നമ്മളുടെ ഗുണത്തിന്, അത് നിങ്ങൾക്ക് വേദനയുള്ള ഒന്നാണ് അനുഭവമെങ്കിൽ കൂടിയും ലഅല്ലല്ലാഹു യുഹ്ദിസു ബഅദ ദാലിക അംറ. ഇത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വിശ്വാസി, പ്രത്യേകിച്ചും പ്രയാസങ്ങളിലൂടെ നീങ്ങുന്നവർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല, എല്ലാവരിലേക്കും പ്രയാസം കയറി വരും. മനസ്സിന്റെ വിഷമമുള്ളവർ, മാനസികമായ വിഷമം എന്നുള്ളത് ഒരാളുടെ കയ്യിൽ പോലും, നമ്മൾ സിമ്പിളായിട്ട് ആളുകളോട് പറയും വിഷമിക്കേണ്ട തോന്നുന്നു, അങ്ങനെയൊന്നുമല്ല. വിഷമമൊക്കെ ആളുകളിൽ ഇങ്ങനെ തള്ളി വരുന്നൊരു കാലമാണ്. വിഷാദങ്ങൾ, നൊമ്പരങ്ങൾ, എന്തിനാണ് താൻ വിഷമിക്കുന്നതെന്ന് പോലും അറിയാത്ത കാരണങ്ങളിലൂടെ പ്രയാസപ്പെട്ടു പോകുന്നവർ, അങ്ങനെയുള്ള മക്കളുണ്ട്. പുതിയ കാലത്തെ കുട്ടികൾ കുറേ പേര് അങ്ങനെയുള്ള കുട്ടികളാണ്. അവരുടെ പ്രയാസങ്ങൾ അവർക്ക് അടക്കാൻ പറ്റാത്ത കുട്ടികളാണ്. ചിലരൊക്കെ അതിൽ ഒരുപക്ഷെ അവരുടെ മരണത്തെ വരെ പോയി, ആ മരണമുനമ്പിൽ വരെ ചെന്ന് ചാടുന്ന മക്കളുണ്ട്. കാരണം അവരുടെ കയ്യിൽ പോലും അല്ല. അപ്പോൾ അത്തരത്തിൽ ജീവിതത്തിൽ അങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് വരും. അതല്ലെങ്കിൽ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാലും ചില ഘട്ടങ്ങൾ വരുമ്പോൾ പടച്ചവനായിട്ട് എനിക്ക് വെച്ചത് ഇങ്ങനെയാണോ എന്ന് അതിനെക്കുറിച്ച് കരുതി പോകും ചിലർ. അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ ഷീമത്തിനെ കുറിച്ച്, റസൂലിന്റെ പ്രകൃതത്തെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുൽ ഫഅലൽ ഹസൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഭപ്രതീക്ഷയെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അൽ തഫാഉൽ എന്ന് പറയാറുണ്ട്, അൽ ഫഅലുൽ ഹസൻ. കാരണം നമുക്കൊന്നും വെറുതെ ജീവിക്കൽ സാധ്യമല്ല. ജീവിക്കാൻ ഒരു കാരണം ആവശ്യം. ജീവിക്കാനുള്ള കാരണം എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു കാരണം. അങ്ങനെ ഓരോ കാരണങ്ങൾ ചിലപ്പോൾ മാഞ്ഞു പോകും ജീവിതത്തിൽ. പ്രധാനപ്പെട്ട കാരണമായി മനസ്സിലാക്കിയതായിരിക്കും ചിലപ്പോൾ മാഞ്ഞു പോകുക. പിന്നെ എന്തിനാ ജീവിക്കുന്നത്? വയനാട് മുണ്ടക്കയിൽ കഴിഞ്ഞ കൊല്ലം ഉരുൾപൊട്ടിയപ്പോ നൗഫൽ എന്ന് പറയുന്ന, ഒരുപാട് പേർക്ക് പലതും പോയി അല്ലെ, നൗഫൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 13 പേരാണ് സ്വന്തം വീട്ടിൽ നിന്ന് വെച്ച്. 13 പേര്, ബാപ്പ, ഉമ്മ, സ്വന്തം ഭാര്യ, സ്വന്തം 3 കുട്ടികൾ, ജ്യേഷ്ഠന്റെ ഭാര്യ, ജ്യേഷ്ഠന്റെ കുട്ടികൾ, പിന്നെ ആരുമില്ല, അത്ര ബന്ധുക്കൾ ആരുമില്ല. അയാളും ജീവിക്കണം. അയാൾ ജീവിക്കുന്നതിന്റെ കാരണവും അള്ളാഹുവെ മുൻനിർത്തിയുള്ള കാരണമാവുക എന്നുള്ളതല്ലാതെ ഈ ലോകത്ത് തരവില്ല. അന്ന് ഞങ്ങള് അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്, ഒരു കള്ളിത്തുണിയും ഒരു ബനിയനൊക്കെ, നാട്ടുകാർ കൊടുത്ത പുതിയ ബനിയന. അതായത് 4 ഏക്കർ ഏലത്തോട്ടമുള്ള മുണ്ടക്കൈ ചൂരൽമല അങ്ങാടിയിൽ 2 നില കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിരുന്ന, വീട്ടില് 1-2 കാർ ഉണ്ടായിരുന്ന, 2 നില വീടുണ്ടായിരുന്ന ആളുടെ വീട് പോയി, 4 ഏക്കർ തോട്ടം പോയി, മുണ്ടക്കൈ അങ്ങാടിയിലെ വരുമാനം പോയി, അല്ല ഇതൊക്കെ ഒലിച്ചു പോയി.
അയാൾ അവിടെ കട്ടൻ ചായയും ടൈഗർ ബിസ്ക്കറ്റും കഴിച്ച് അവിടെ ഇരിപ്പുണ്ട് രാവിലെ. ഇയാളും ജീവിക്കണം. അയാൾക്ക് സർക്കാർ പണിത് കൊടുത്താൽ ഇപ്പൊ 5 സെന്റിലെ ഒരു വീടുണ്ട്. അയാൾക്ക് നമ്മളൊക്കെ കൂടി പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചാലും അയാളെ നിങ്ങൾക്ക് പുനരധിവസിപ്പിക്കാൻ സാധിക്കില്ല. ജീവിതത്തിലെ മനുഷ്യരുടെ അടുത്ത് പോയി ആശ്വസിപ്പിക്കുക എന്നുള്ളതിനർത്ഥം അവരെ റിസ്റ്റോർ ചെയ്യാന്നല്ല, അവരതേപോലെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതല്ല. കാരണം മനസ്സിലൂടെ പാഞ്ഞ് പെരുകുന്ന ഈ മാനസിക സന്ത്രാസങ്ങൾ, അതിന്റെ അനുഭവങ്ങൾ, അതിന്റെ നൊമ്പരങ്ങൾ, ഇതൊരു മനുഷ്യൻ എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാലും നമുക്കതിന്റെ അളവിൽ അറിയോ? ഇല്ലല്ലോ. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത്, ഇത് പടച്ചവനെ കുറിച്ച്, ഇസ്ലാം അതിൽ പറയുന്ന ഒരൊറ്റ സംഗതിയുള്ളൂ, പടച്ചവനെ കുറിച്ചുള്ള സൽവിചാരം കൊണ്ട് ഇത് മറികടക്കാൻ പറ്റും. വേറൊന്നുകൊണ്ടും പറ്റില്ല. പാർട്ടിക്കാരെ കൊണ്ട് പറ്റില്ല, കൂട്ടുകാരെ കൊണ്ട് പറ്റില്ല, നിങ്ങളോടൊപ്പം ഒരുമിച്ച് കരയുന്നവരെ കൊണ്ട് പോലും പറ്റൂല. അവരാണല്ലോ നിങ്ങളോട് ഐക്യദാർഢ്യം പ്രകടമായ രൂപത്തിൽ കാണിക്കുന്നവർ, അവർക്ക് പോലും പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഒരു ഹുസ്നുൽ ളല്ലുണ്ടായാൽ ആ സംഭവത്തെക്കുറിച്ചും പ്രയാസത്തെക്കുറിച്ചും മറിച്ചാലോചിക്കാൻ അയാൾക്ക് സാധിക്കും. അപ്പോൾ മാത്രമേ സാധിക്കൂ. ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറയുന്നതായിട്ട് പറയാണ്, അന ഇൻദ ളന്നി അബ്ദി ബി, അന ഇൻദ ളന്നി അബ്ദി ബി. എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ കരുതുന്നത് അങ്ങനെയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ. ആലോചിക്കണം ആ വാക്ക്. അന ഇന്ദ ളന്നി അബ്ദി ബി. എന്നെ കുറിച്ച് അവൻ എങ്ങനെയാണോ കരുതുന്നത് അങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ ഞാൻ. പടച്ചോനൊന്നല്ല എന്റെ ജീവിതത്തിൽ ഇടപെടുന്നത്, പടച്ചോനൊന്നും അങ്ങനെ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ പടച്ചോൻ അങ്ങനെ ഇടപെടും. എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഉയർച്ചക്കും താഴ്ചക്കും വീഴ്ചക്കും ഇതിൽ തന്നെ പടച്ചവന്റെ ഒരു ഹിക്മത്തുണ്ട്, റഹ്മത്തുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ അവന് സ്വന്തം റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെ കണ്ടുമുട്ടാൻ പറ്റൂ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ കുറിച്ച് പറയുന്നു, ജീവിതത്തിൽ മുസീബത്തുകൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ ഞാൻ ആലോചിക്കുക, ഒന്നാമതായി അത് എന്റെ ദീനിനെ പരിക്കേൽപ്പിച്ചു എന്നാണ്. 2 കാര്യമുണ്ട് മനുഷ്യന്, ഒന്നുകിൽ ദീനും മറ്റൊന്ന് ദുനിയാവും. ഇതെന്റെ ദുനിയാവിനാണോ പരിക്കേൽപ്പിച്ചത്, ദീനിനാണോ എന്ന് ഞാൻ ആലോചിക്കും. അങ്ങനെ വരുമ്പോ എനിക്ക് ഒന്നാമത്തെ സമാധാനം. മറ്റൊന്ന്, ഇതിനപ്പുറം സംഭവിക്കാമായിരുന്ന ഒരു ദുരിതം ചെറുതായൊന്ന് കുറച്ചു, അത്രമേൽ എനിക്കൊരു അങ്ങനെയുണ്ടല്ലോ, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഇതിലും വലുത് വെക്കാമായിരുന്ന പടച്ചവൻ. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രമുഖനായ സ്വഹാബി ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി സിറിയൻ ഗവർണറെ കാണാൻ പോകുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കാല് മുറിച്ചു മാറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതായത് അവിടെ ചെന്ന് രോഗം മൂർച്ഛിച്ച് കാല് മുറിച്ചു മാറ്റപ്പെടുന്ന, മുട്ടിന് താഴെ കാല് മുറിച്ചു മാറ്റപ്പെടുന്ന ഒരു ദിവസം. ആ ദിവസം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു മകൻ മരണപ്പെടുന്നത്. കുതിരയുടെ ചവിട്ടേറ്റിട്ട് മരണപ്പെടുന്നത്. അതായത് ഒരേ ദിവസം 2 സങ്കടങ്ങൾ. ഈ 2 സങ്കടങ്ങളെ അദ്ദേഹം ആവിഷ്കരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവന ഇസ്ലാമിക ചരിത്രത്തിൽ ഇങ്ങനെയാണ്: പടച്ചവനെ, എനിക്ക് നീ 7 മക്കളെ തന്നു, ഒരാളെ നീ ഇപ്പോ തിരിച്ചു വിളിച്ചു. പടച്ചവനെ, ഒരുപാട് പേർക്ക് ശാരീരിക വൈകല്യങ്ങൾ കൊടുത്ത് പടച്ചുവിട്ട നീ എനിക്ക് പൂർണ്ണാരോഗ്യനായിരിക്കെ ഒരു അരോഗ ദൃഢഗാത്രനായി ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുന്ന എന്നെ ഇപ്പൊ എന്റെ ഒരു കാലിനെ നീ തിരിച്ചു വിളിച്ചു. ഷൈഉൻ മിൻ ജസദി സബഖനി ഇലൽ ജന്ന. എന്റെ ശരീരത്തിൽ നിന്നൊരു അവയവം എനിക്ക് മുമ്പേ ഇതാ സ്വർഗത്തിലേക്ക് പുറപ്പെട്ടു. അത് പറയാൻ വല്ലാത്ത കോൺഫിഡൻസ് വേണം. ഷൈഉൻ മിൻ ജസദി സബഖനി ഇലൽ ജന്ന. ഞാൻ സ്വർഗത്തിൽ കയറേണ്ടതിന് മുമ്പ് എന്റെ ഒരു അവയവം സ്വർഗത്തിൽ കയറുമല്ലോ. നിനക്കറിയാമല്ലോ ഞാൻ ആ കാലുകൊണ്ട് ഒരു തെറ്റിലേക്കും നടന്നു പോയിട്ടില്ലെന്ന്. ഇത് ശുഭപ്രതീക്ഷയുടെ അങ്ങേയറ്റമാണ്. പക്ഷെ ശുഭപ്രതീക്ഷ ഒരു മിനിമം ലെവലിലെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതിന് നമ്മൾ സാക്ഷിയാകണമല്ലോ. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയണം,
വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവാണ് സത്യം. മാ ഉഅ്തിയ അബ്ദുൻ മുഅ്മിനുൻ ഷൈഅൻ ഖൈറൻ മിൻ ഹുസ്നി ളന്നി ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ തന്നെയാണ് സത്യം. ഒരാൾക്ക്, ഒരു വിശ്വാസിയായ ഒരു അടിമക്ക് നൽകപ്പെട്ടതിൽ ഖൈറൻ മിൻ ഹുസ്നി ളന്നി ബില്ലാഹ്, വേറൊന്നുമില്ല. അള്ളാഹുവിനെ കുറിച്ച് ഉള്ള സൽവിചാരം മനസ്സിലുണ്ടെങ്കിൽ അതിലപ്പുറം ഒരു നന്മയും ഒരു ഖൈറും അയാൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അതാണ് ഏറ്റവും ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ഉയർന്ന ലെവൽ. വലാ യുഹ്സിനു അബ്ദുൻ ലന്നഹു, അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരം വെച്ച് പുലർത്തുന്ന ഒരു അടിമ അങ്ങനെ കാണിച്ചാൽ ഇല്ലാ അഅതാഹു ലന്നഹു, എപ്രകാരമാണോ അവൻ അതിനെക്കുറിച്ച് കരുതുന്നത് അപ്രകാരം അള്ളാഹു അവന്റെ ജീവിതാവസ്ഥയെ, അവന്റെ സങ്കടത്തിനെ അവന് മാറ്റിക്കൊടുക്കും. പടച്ചവൻ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഇടപെട്ട ഈ കാര്യത്തിനൊരു കാരണമുണ്ട് എന്ന് അള്ളാഹുവിനെ കുറിച്ചൊരു ഹുസ്നുൽ തന്നെ വെച്ച് പുലർത്തിയാൽ, കാരണം അള്ളാഹു റഹീമാണ്, അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു മുദബ്ബിറാണ്. നമ്മൾ അൽ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കീമായ അള്ളാഹു ഹിക്മത്തോടുകൂടി, റഹീമായും റഹ്മാനുമായ അള്ളാഹു റഹ്മത്തോടുകൂടി എന്നെ നോക്കിക്കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിന്റെ ഈ പങ്കപ്പാടുകളിൽ ഈ ഇങ്ങനെ പൊരിഞ്ഞ് പായുന്നതിനിടയിൽ നമ്മളുടെ പ്രയാസങ്ങളെ നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന മാ ലന്നക യാ അബൂബക്കർ ബിസ്നൈൻ വല്ലാഹു സാലിസുഹുമ, അള്ളാഹു മൂന്നാമനായിട്ടുള്ള രണ്ടുപേരെ കുറിച്ച് നിന്റെ വിചാരം എന്താണ്? ഉമ്മത്ത് മുസ്ലിമിനെ കുറിച്ച്, ഇന്ത്യ മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ നമ്മള് ഇതൊക്കെ കഥയൊക്കെ കഴിഞ്ഞു, ഇനി ഏതോ ഒരു ഭരണം എവിടെ നിന്നൊക്കെയോ മാറിയിട്ട് അങ്ങനെയൊന്നല്ല. ഇതിനെക്കുറിച്ച് ചെയ്യേണ്ട പണി വേറെ ചെയ്യണം. ഹുസ്നുൽ ലന്ന് എന്നുള്ളത് വേറൊരു പണിയാണ്. കാരണം സമൂഹത്തിന്, വ്യക്തിക്ക്, മനുഷ്യർക്ക് എല്ലാവർക്കും, ഈ സമൂഹത്തിന് ഒന്നാകെയും മുന്നോട്ട് പോകാൻ ഇന്ധനം എന്ന് പറയുന്നത് ശുഭപ്രതീക്ഷയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് തഫാഉൽ ബില്ലാഹ്, അള്ളാഹുവിനെ മുൻനിർത്തിയ ശുഭപ്രതീക്ഷയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടത്? മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബ, ഒരടിമക്ക് അയാളുടെ ജീവിതത്തിൽ ഒരു മുസീബത്ത് ബാധിച്ചു. ഫയഖൂൽ, എന്നിട്ട് അയാൾ പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോന്റേതാണല്ലോ നമ്മളൊക്കെ, അപ്പൊ പടച്ചോന്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിലേക്കാണ് മടങ്ങേണ്ടത്. ഇത് ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, മരണപ്പെടുമ്പോൾ മാത്രമുള്ള സംഗതിയാണെന്ന്. അങ്ങനെയല്ല കേട്ടോ, ഇത് ഇസ്തിർജാഇന്റെ കൗലാണ്. ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് പറയണം? ഇന്നാ ലില്ലാഹി വല്ലദീന ഇദാ അസ്വാബഹും അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറഞ്ഞത് മരണ വാർത്ത കേൾക്കുമ്പോൾ ഇന്നാ ലില്ലാഹി എന്ന് മാത്രമല്ല, മുസീബത്തുകൾ ജീവിതത്തിൽ വന്ന, ചെരുപ്പിന്റെ ഒരു വള്ളി അത് പൊട്ടിപ്പോയ പോലും അവിടെ പോലും അതുണ്ട് എന്നാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു നഷ്ടം നിങ്ങളെ പിടികൂടുമ്പോ ഇത് പടച്ചോനറിയാതെ സംഭവിച്ചല്ലോ. അപ്പൊ ഇതിന്റെ ബദൽ പടച്ചോനെ വനിഅമൽ ബദൽ അല്ലെ, മരണപ്പെട്ട് ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോലും നമ്മൾ അവസാനം പറയുന്നതാ വലാ തഫ്തിന ബഅദഹു വഗ്ഫിർ ലനാ വലഹു. ഞങ്ങൾക്ക് ഇതിന്റെ ഒരു പകരത്തെ കുറിച്ച് കൂടി നമ്മൾ അവിടെ പറയും, ലാ തഹരിംന അജ്റഹു, പടച്ചവനെ അതിൽ ഞങ്ങളുടെ കൂലിയെ കുറിച്ച് കൂടി അവിടെ പറയുന്നുണ്ട്. നഷ്ടം സംഭവിച്ചവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നത്, അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ എന്താ പ്രാർത്ഥിക്കേണ്ടത്? എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് പറയുന്ന അല്ലാഹുമ്മ ജുർനി ഫീ മുസീബത്തി, എന്റെ ഈ മുസീബത്തിൽ എനിക്ക് കൂലി തരണേ. ഇതേപോലെ തന്നെ ലഫ്ളിൽ പ്രാർത്ഥിക്കലല്ല, മനസ്സിന്റെ വിചാരത്തെ കുറിച്ചാണ് പറയണേ. പടച്ചോനെ ഇത് എന്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രയാസമുള്ളൂ, ഇതെനിക്കൊരു കൂലി നീ തരൂലേ. വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ മികച്ചൊരു ഖൈറ് നീ എന്റെ ജീവിതത്തിൽ പകരം തരണേ. ഈ പ്രയാസത്തോടൊപ്പം വീണ്ടും ക്ഷീണവും സങ്കടവും അങ്ങനെയല്ല, ഖൈർ എന്റെ ജീവിതത്തിൽ ഇതിനു ശേഷവും നീ തരയണമേ. ഇല്ലാ അജ്റഹുല്ലാഹു ഫീ മുസീബത്തിഹി, അള്ളാഹു അവന്റെ പ്രയാസത്തിന്, മുസീബത്തിന് വലിയ പ്രതിഫലം കൊടുക്കും. വലിയ നഷ്ടമാണെങ്കിൽ വലിയ പ്രതിഫലം കൊടുക്കും. വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ച ഈ മുസീബത്തിനേക്കാൾ എത്രയോ വലിയൊരു ഖൈറ് അള്ളാഹു ബാക്കിയാക്കി കൊടുക്കും. കാരണം സയജ്അലുല്ലാഹു ബഅദ ഉസ്രി യുസ്ര. സൂറത്തു ത്വലാഖ് നിങ്ങൾ പഠിക്കുക കേട്ടോ. സൂറത്തു ത്വലാഖിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഇങ്ങനെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. മഖ്റജ, അതുപോലെ ബഅദ ഉസ്രിൻ യുസ്ര,
നിങ്ങൾക്ക് ഇതിന് ശേഷം അള്ളാഹു ഈ പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പം വെച്ചിരിക്കുന്നു. വ്യക്തിക്ക് മാത്രമല്ല, സമൂഹങ്ങൾക്കും ജീവിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ലാ തഹ്സബൂഹു ശർറുൽ ലക്കും ബൽ ഹുവ ഖൈറുൽ ലക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ച ഷർറാണ്, നിങ്ങൾ അതിനെ ഷർറെന്ന് കരുതരുത്. ബൽ ഹുവ ഖൈറുൽ ലക്കും, ഇത് നിങ്ങൾക്ക് ഖൈറാണ്. ഖുർആൻ ഇത് എപ്പോഴാ പറയുന്നത്? വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു അപവാദം, ഒരു പെരും നുണ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി, നമ്മുടെയൊക്കെ ഉമ്മ മഹദി ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് വലിയ പുകയുന്ന ഒരു അപവാദം വന്ന എല്ലാവർക്കും ഒരു രസമായിരിക്കും. അതിലെല്ലാവർക്കും ഒരു തീ കത്തിച്ചില്ലെങ്കിൽ പോലും അതിന്റെ പുക കായാനൊക്കെ ആളുകൾക്ക് ഇഷ്ടമായിരിക്കും, അതിന്റെ ചുറ്റപ്പുറത്തൊക്കെ നിന്ന്. ഇത് അവസാനിക്കണമെന്നല്ല, ഇതിങ്ങനെ തുടരണമെന്നായിരിക്കും ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അടക്കം ആ സമയത്ത് വലിയ മാനസിക പ്രയാസം ഉണ്ടായി. ഈ സംഭവത്തെ മുഴുവൻ വിശകലനം ചെയ്തുകൊണ്ടും വിശദീകരിച്ചുകൊണ്ടും സൂറത്തുൻ നൂർ അവതരിച്ചു. സൂറത്തുൻ നൂറിൽ ഇന്ന് നമ്മൾ വിശ്വാസികൾക്ക് പൊതുവെയുള്ള സാമൂഹിക, ധാർമ്മിക പെരുമാറ്റ, സദാചാര മര്യാദകൾ വിശദീകരിക്കുന്ന സൂറത്ത് വരുന്ന അങ്ങനെയാണ്. ഇത് വന്നിട്ട് അള്ളാഹ് പറയണം ലാ തഹ്സബൂഹു ശർറുൽ ലക്കും. ഇപ്പൊ വലിയ പ്രയാസമൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഇത് ഷർറാണെന്ന് കരുതരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകളെ കുറിച്ച് ഇത് കേൾക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പോലുമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഷർറാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. ബൽ ഹുവ ഖൈറുൽ ലക്കും, ഇത് നിങ്ങൾക്ക് ഖൈറായി മാറാനുള്ളത്. അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ ഏറ്റവും വെറുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നന്മയായിട്ട് വരിക. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ, ഏറ്റവും വലുതാണെന്ന് കരുതി ഇപ്പൊ ഇങ്ങനെ സ്നേഹിച്ച് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്വപ്നങ്ങളുണ്ടല്ലോ, വഹുവ ശർറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. വല്ലാഹു യഅലമു, അല്ലാഹു ആണ് അറിയുന്നത്. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ ഇത് അറിയുന്നുണ്ടോ? അപ്പൊ ജീവിതത്തിൽ അള്ളാഹു ഇടപെടുന്നതിന്, ജീവിതത്തിലെ പ്രയാസങ്ങൾ ചുറ്റും നിറയുന്നതിന്, ഒരു സാമൂഹിക അവസ്ഥ എന്നുള്ള നിലയ്ക്ക് ഉമ്മത്ത് മുസ്ലിമ ഈ പ്രയാസങ്ങളെ നേരിടുന്നതിനൊക്കെ ഇതിന്റെ ഈ ഷർറിനപ്പുറമുള്ളൊരു ഖൈറിനെ പ്രതീക്ഷിക്കാൻ, അൽഫഅലു ബില്ലാഹി യുജിബുനി അൽഫഅലുൽ ഹസൻ അൽ കലിമത്തുൽ ഹസന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ സംഗതി അൽഫഅലുൽ ഹസൻ, ശുഭപ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് ബശ്ശിറു വലാ തുനഫിറു, ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആളുകളോട് എന്ത് ചെയ്യണം? ബശ്ശിറു, വാർത്തയിൽ രീതിയിൽ സംസാരിക്കും. വലാ തുനഫിറു, അവരെ എന്ത് ചെയ്യരുത്? ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് കളയരുത്, അവരങ്ങോട്ട് അകറ്റി മാറ്റുന്ന രീതിയിൽ ഇസ്ലാമിനെ കുറിച്ച് പോലും പറയരുത്. ഇസ്ലാം അവതരണങ്ങൾ പോലും അങ്ങനെ ആകണം. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്. ഇതിനെ ഒരു ജീവിതത്തിന്റെ മുദ്രാവാക്യമായി വിശ്വാസി ഏറ്റെടുക്കും ഭാഗത്തിൽ അത്രമേൽ സമൃദ്ധമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ഇതിനെ സമാഹരിച്ച് നമ്മളോട് വിശദീകരിച്ചു തരുന്നത്. പടച്ചതമ്പുരാൻ അത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് മനസ്സുഖം നൽകി, സ്വബർ നൽകി, സൽവാൻ നൽകി അള്ളാഹു അവരെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രയാസങ്ങൾക്ക് ഇരട്ടിക്കിരട്ടിയായ പ്രതിഫലവും ആ പ്രയാസത്തിൽ നിന്നുള്ള വിടുതലും നൽകി അള്ളാഹു അവരെ തുണക്കുമാറാകട്ടെ. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്ക് ആ മുസീബത്തിന് എത്രയോ ഇരട്ടിയായ പ്രതിഫലം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിൽ മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, അള്ളാഹു അവർക്കെല്ലാം അതിമഹത്തായ പ്രതിഫലം അവരുടെ ബർസഖിലും നാളെ പരലോകത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു അൽ ഗഫൂറുർ റഹീം.